അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ അനിൽകുമാറിനെ ഇനി നാട്ടിലെത്തിക്കുക എന്നതല്ലാതെ പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുകിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇവർ പോയതിനു ശേഷം മൃതദേഹം മാറ്റിയതാവാം, അല്ലെങ്കിൽ അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവരുടെ ഭാഗത്ത് ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേസിൽ അവർക്കൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ പോലീസ് എങ്ങനെ മുന്നോട്ട് പോകും? ഈ അനിൽകുമാറിന്റെ കാര്യത്തിൽ എന്താണ് പോലീസിന് മുന്നിലുള്ള തടസ്സങ്ങൾ? ഇതിനകത്ത് ഒരു പ്രതിസന്ധി അന്വേഷണ സംഘം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ കേസിൽ റെഡ് കോർണർ നോട്ടീസ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്നും അൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം ആദ്യം നടത്തിയത്. പക്ഷേ റെഡ് കോർണർ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ റെഡ് കോർണർ നോട്ടീസിലേക്ക് ആ പ്രൊസീഡിംഗ്സിലേക്ക് കടക്കുന്നതിന് തടസ്സമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് റെഡ് കോർണർ നോട്ടീസ് എന്നുള്ള കടമ്പയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കാതിരിക്കുന്നത് തന്നെ. മറ്റൊന്ന് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് എത്തിക്കാനുള്ള ശ്രമം ഇസ്രായേലിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അനിൽകുമാർ ഈ കേസിന്റെ പല ഘട്ടത്തിലും വീട്ടിലുള്ള ബന്ധുക്കളെ അടക്കം ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം വീട്ടുകാരുടെ മേലുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ആ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ഘട്ടത്തിലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ പോലീസിന് വിജയിക്കാനായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ കേസിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം അത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ കേസിനകത്ത് ഇനി ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രതിയെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഏത് തരത്തിലാകും അന്വേഷണ സംഘം നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തുള്ള ഒരാളാണ്, അയാളെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ നിയമപരമായി കൃത്യമായ അത്തരത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം മാത്രമേ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അത് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്, തടസ്സമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രതികളൊക്കെ തന്നെ ബന്ധുക്കളാണ്. ആദ്യഘട്ടത്തിൽ അനിൽകുമാർ ഈ മൃതദേഹവുമായി വരുന്നതും ഇവർ കൂട്ടമായി ഈ മൃതദേഹവുമായി വരുന്നതും സംസ്കരിക്കുന്നതും അടക്കം കണ്ടു എന്ന് പറഞ്ഞ അയൽവാസിയായ ആളുകൾ ഉൾപ്പെടെ പിന്നീട് മാറ്റിപ്പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. 2009 ഡിസംബറിൽ കാണാതായ കലയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കല കൊല്ലപ്പെട്ടു എന്ന് പല പ്രതികളും അതിനകത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോഴും മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയുള്ളത് വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിൽ, വലിയ സമ്മർദ്ദവും അവർക്ക് മേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ജൂലൈ 1 ഇട്ട എഫ്ഐആറിൽ ഇപ്പോഴും ഈ കേസിനകത്ത് മറ്റു കടമ്പകളിലേക്ക് കടക്കാനാവാതെ, അതായത് ഈ പ്രമോദും ജിനുവും സോമനും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അവരെ ജാമ്യത്തിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത്ര ബലമുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്ക് എത്താനായി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ കേസിൽ എങ്ങനെ പോലീസ് മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് വളരെ പ്രമാദമായ മാന്നാറിലെ കലാകൊലപാതക കേസിൽ അല്ലെങ്കിൽ കലാതിരോധാന കേസിൽ ഇപ്പോൾ നിർണായകമായൊരു വഴിത്തിരിവ്. ഈ പ്രതികൾ മൃതദേഹം കൊണ്ടിട്ടു എന്ന് പറഞ്ഞ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നിരിക്കുകയാണ്.